സുധീനെ വിളിക്കുന്ന നീലിമ വീണ്ടും പണം ആവശ്യപ്പെടുകയും പണം തന്നില്ലേ സത്യങ്ങളെല്ലാം നിന്റെ വീട്ടുകാരറിയുമെന്നും അതിനുള്ള ആളെ ഞാൻ നിയോഗിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ആമിയെ കണ്ട് ശ്രുതി ഞെട്ടിപ്പോകുന്നു. ശേഷം നീലിമ പറഞ്ഞ കാര്യങ്ങൾ ശ്രുതിയോട് പറയുന്നതോടെ ശ്രുതിക്കും ആകെ ടെൻഷനാവുന്നു. തുടർന്ന് ഞാൻ രേവതിനെ ഉപയോഗിച്ച് ആമിനെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കാൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് ശ്രുതിനെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് ആമിയുടെ അടുത്തേക്ക് എത്തുന്ന രേവതിയോട് സച്ചിയെ പോലൊരു ഭർത്താവിനെ കിട്ടിയ രേവതി ഭാഗ്യവതിയാണെന്ന് പറയുന്നു. ശേഷം ആമി സച്ചിനെ ചേർത്ത് പിടിച്ച് സെൽഫി എടുക്കുന്നത് കണ്ട് രേവതിക്കാകെ ദേഷ്യം വരുന്നു. തുടർന്ന് നാളെ എനിക്കൊന്ന് ക്ഷേത്രത്തിൽ പോകണമെന്നും നാടൊക്കെ അത് ചുറ്റിക്കറങ്ങണമെന്നും പറയുന്നതോടെ സച്ചി പെട്ടുപോകുന്നു. ശേഷം നാളെ ഞാൻ സാരിയൊക്കെ എടുത്ത് പൂവൊക്കെ വെച്ച് ഒരു മലയാളി മങ്കയെ പോലെ ആയിരിക്കും പോകുന്നതെന്ന് ആമി സച്ചിയോടും രേവതിയോടും പറയുന്നു. പിന്നീട് നീലിമ പറഞ്ഞതെല്ലാം ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുന്ന ശ്രുതി സമാധാനിപ്പിക്കുന്നു. ശേഷം നിന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നും ഒരു 25 ലക്ഷം രൂപ വാങ്ങി തൽക്കാലം അതുകൊണ്ട് നീലിമേനെ ഒന്ന് സമാധാനിപ്പിച്ച് നിർത്താമെന്ന് പറയുന്ന ശ്രുതി ദേഷ്യപ്പെടുകയും രേവതിനെ ഉപയോഗിച്ച് ഞാൻ ആമിനെ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഓടിക്കുമെന്നും പറയുന്നു. പിറ്റേ ദിവസം രാവിലെ സച്ചി വിളിച്ചിട്ട് കാണാത്തതിനെ തുടർന്ന് രേവതി തനിയെ വീൽചെയർ കയറി ഇരിക്കാനായി ശ്രമിക്കുന്നു. ഇതിനിടയിൽ സച്ചിനെ നിർബന്ധിച്ച് എക്സസൈസ് ചെയ്യിക്കുന്ന ആമിയെ കാണിക്കുന്നു. ഇത് കണ്ടുവരുന്ന ശ്രുതിനെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.